CPM നേതാവ് ശ്രീ AK ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നതാണ്. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. അപ്പോ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താ അതിനെ എതിർത്തതിന്റെ പേരിൽ ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് വളരെ മോശമായ പ്രതികരണം CPM നേതാക്കന്മാർ നടത്തിയാണ്. അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറിയെന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം. ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് BJPയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുക. കേരളം, പ്രബുദ്ധ കേരളം, ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. രണ്ടാമത്തെ കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുക. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുക. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത് എന്ന് CPM വ്യക്തമാക്കണം. അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് CPM. അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയുമാണ് CPMവും ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനത്തിന്റെ ഗൌരവതരമായ പ്രശ്നം, അത് വർഗീയ പ്രസ്ഥാനമാണെന്ന നിലപാട് CPMനും LDFനും ഉണ്ട്. അതിന്റെ ഗൌരവതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ് AK ബാലൻ ആ പദപ്രയോഗം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. താങ്കൾ മറുപടിയാണ്, ചോദ്യമല്ല ചോദിച്ചു. ഞാൻ പറയാം, 4 പതിറ്റാണ്ട് ജമാഅത്ത് ഇസ്ലാമി CPMനെ പിന്താങ്ങിയ സമയത്ത് CPMയുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ. അന്നല്ല ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ CPM ഭരിപ്പിച്ചിരുന്നത്? അതാണ് മറിചോദ്യം. മനസ്സിലായ? ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി എനിക്ക് ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM നിൽക്കുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ്, ഈ വയനാട്
വലിയ തരത്തിലുള്ള രക്ഷാ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് UDF-നെതിരെ. നിങ്ങൾ തന്നെ വയനാട് ചൂരൽമല ദുരന്തത്തിൽ പ്രഖ്യാപിച്ച 100 വീടുകൾ ഇതുവരെ അതിന്റെ ഒരു ഡേറ്റ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും, എന്ന് ഗുണവാർത്ത കണ്ടെത്തും, എന്ന് വീട് പണിയും എന്ന ചോദ്യം ആവർത്തിച്ച് UDF-നെ അലട്ടുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നു. അലട്ടലുമില്ല. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കത്തേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCC-ക്ക് കൈമാറും അടുത്ത ദിവസം. എല്ലാം ക്ലിയർ ആണ്. എപ്പോഴാണ് അവസാന തീയതി ഈ വീട് നിർമ്മാണം ആരംഭിക്കും? ഞാൻ സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ പറ്റും. സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭൂമി നോക്കി തുടങ്ങിയത്. 3 മാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത്? വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കും. നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താത്തൊരു ഭൂമി എടുക്കാൻ പറ്റില്ല. സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല ഭൂമി എടുക്കാൻ. എന്നിട്ട് വ്യാപകമായി ഇതിൽ പ്രചരണമുണ്ട്. ഞാൻ തട്ടിയെടുത്തു പൈസ. ഇന്ന് ഞാനൊരു CPM-ന്റെ അവിടെ ഇരുന്ന ഒരാൾ എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്. നിങ്ങളുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ 10 കാർഡ്. അതിലൊരു കാർഡ് അവിടെ തന്ന പൈസ, KPCC തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി. KPCC-യുടെ 137, 138 അത് ഞങ്ങള് സംഘടനാ പ്രവർത്തനം നിങ്ങൾ ഫണ്ട് പിരിക്കണേക്ക് CPM ഫണ്ട് പിരിക്കണേക്ക് അടിച്ചുകൊണ്ട് പോകാനും. പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ CPM ഫണ്ട് പിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു 100 കോടി രൂപ. 137 ഇതുപോലത്തെ പ്രചരണം AKG സെന്ററിൽ നിന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയുന്നതിന്റെ പേര് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്കും അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ. എന്ന് മുതലാണ്